സ്റ്റെല്ല കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. കാർത്തികയും സ്റ്റെല്ലയും തമ്മിൽ വാഗ്വാദം നടക്കുന്നു. യതീന്ദ്രന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ വളരുന്നതെങ്കിൽ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുമെന്ന് സ്റ്റെല്ലയുടെ ഭീഷണി. മദ്യപിച്ചെത്തുന്ന മനീഷിനെ ഗുണദോഷിക്കുന്ന ലൈല. ചന്ദ്രിക കാരണമാണ് താൻ മദ്യപിച്ചതെന്നും നിന്റെ വീട്ടിൽ ദത്തു നിൽക്കാൻ എന്നെ കിട്ടില്ലെന്നും മനീഷ്. യതീന്ദ്രനെതിരെ കേസ് കൊടുക്കാൻ CI സജികുമാറിന്റെ മുന്നിലെത്തുന്ന സ്റ്റെല്ല. യാത്രാവേളയിൽ മനീഷിനെ കാണുന്ന കാർത്തിക. ജോലി വാഗ്ദാനം ചെയ്തിട്ട് തന്നില്ലെന്ന് മനീഷ് കാർത്തികയോട്. ഇനി തുടർന്ന് കാണുക. വെറുതെ ജോലി വാഗ്ദാനം ചെയ്യുക മാത്രമല്ല ഞങ്ങൾ ചെയ്തത്. ഒരു 50,000 രൂപ തന്നില്ലേ? ഒരു പണിയും ചെയ്യാതെ വെറുതെയാ മനീഷ പണം വാങ്ങിച്ചത്. 50,000-ന്റെ കേസല്ലേ ഉള്ളൂ. അത് ഞാൻ വേണേ തിരിച്ചു തന്നേക്കാം. ഇപ്പൊ വേണോ? എന്നത്താ? അതിപ്പോ ATM കാർഡ് എടുത്തിട്ടില്ല. ബാങ്കിലിട്ട് തന്നേക്കാം. ആ അക്കൗണ്ട് നമ്പർ താ. ആ പണത്തിന്റെ കണക്ക് പിന്നെ പറയാം. യതിയേട്ടനിപ്പോ ദുബായില. എണ്ണ കമ്പനിയില് നല്ല പൊസിഷനില. ഇടയ്ക്ക് മനീഷിന്റെ കാര്യം അന്വേഷിക്കാറുണ്ട്. എന്തോ അനിയനോട് യതിയേട്ടനൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്നെ ദുബായി കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു കാണും. പറഞ്ഞു? അയ്യോ, അതെങ്ങനെ അറിഞ്ഞു? എന്നെ ദുബായി കൊണ്ടുപോകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. തൽക്കാലമേ ഞാൻ ആ വഴിക്കില്ല. കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചു. എന്ത്? മനീഷ് ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. പഴയതിലും കളർ വെച്ചു. മൊത്തത്തിൽ ഒരു ഗ്ലാമർ ഉണ്ട് ഇപ്പൊ. സത്യമായിട്ടും? സത്യം. വൈഫ് പറഞ്ഞില്ലേ? പിന്നെ അല്ല, എന്നും കാണുന്നത് കൊണ്ട് അവർ ശ്രദ്ധിക്കില്ല. ഞാൻ കുറെ നാൾ കൂടിയല്ലേ കാണുന്നത്. ഇപ്പൊ ആര് കണ്ടാലും ഒന്ന് നോക്കും. അല്ല, നന്ദന വിളിക്കാറൊന്നുമില്ലേ? സാമ്പത്തികമായി എന്തെങ്കിലും സഹായം വല്ലതും? ചേച്ചിയും ചുമ്മായിരുന്നേ. സഹായം? നന്ദനയുടെ പേരിലുള്ള 40 സെന്റ് സ്ഥലം വിൽക്കാൻ പോകുന്നു കേട്ടു. ആരോ വന്ന് വില പറഞ്ഞെന്നോ അഡ്വാൻസ് കൊടുത്തെന്നോ പിന്നെ എന്തോ പ്രശ്നം ഉണ്ടായെന്നോ. നേരാണോ മനീഷേ? എങ്ങനെ അറിഞ്ഞു? ആരോ പറഞ്ഞത് കേട്ടു. ഞാനും കേട്ടു. ആ സ്ഥലം വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ എന്ത് വേണേലും ചെയ്യട്ടെ, നമുക്കൊന്നുമില്ല. അല്ല, അങ്ങനെ നിരാശപ്പെടുന്ന എന്തിനാ? നന്ദനയ്ക്ക് തന്നിഷ്ടത്തിന് കൈകാര്യം ചെയ്യാനുള്ള സ്ഥലമാണോ? നിങ്ങളുടെ അച്ഛൻ കൊടുത്തതല്ലേ? അതിന്റെ ഒരു ഓഹരി കിട്ടാൻ മനീഷിനും അവകാശമുണ്ട്. നന്ദന തരണ്ടേ? ആ, തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങിക്കണം. എങ്ങനെ? തന്ത്രപരമായിട്ട്. ഇടഞ്ഞു നിന്ന നന്ദനയുടെ അടുത്ത് രക്ഷയില്ല, അറിയാലോ. അതുകൊണ്ട് ഇണങ്ങി നിൽക്കണം. കരഞ്ഞിട്ടായാലും കാല് തിരുമ്മിട്ടായാലും ആ സ്ഥലം സ്വന്തമാക്കണം. എനിക്ക് അവളുടെ കാല് തീരുമാനമൊന്നും വയ്യ. പട്ടിണി കിടന്നാലും എന്നെ അതിന് കിട്ടില്ല. വേണ്ട, നന്ദനെ വിട്ടേക്ക്. ഉദയേട്ടനെ മനീഷിന് മതിപ്പല്ലേ? മതിപ്പൊക്കെയാ. പക്ഷേ പുള്ളിക്കാരൻ ഡീസന്റാ. ആ ഡീസന്റായ മനുഷ്യനെ സോപ്പിട്ട് വശത്താക്കുന്നതിൽ കുറച്ചിലൊന്നും ഇല്ലല്ലോ. മനസ്സിലായില്ലേ? എനിക്ക് പക്ഷെ കക്ഷിയായിട്ട് അടുപ്പമില്ല. അടുപ്പം ഉണ്ടാക്കണം. ഉദയേട്ടന്റെ നന്ദനയോട് ഒടുക്കത്തെ സ്നേഹം. ആ സ്നേഹത്തിന്റെ ചെറിയൊരു പങ്ക് അളിയനെന്ന നിലയ്ക്ക് മനീഷ് പിടിച്ചു പറ്റണം. ഉദയേട്ടന് സഹതാപം തോന്നണം. അങ്ങനെ ഒരു ഘട്ടം എത്തുമ്പോ ഉദയേട്ടൻ നന്ദനയോട് പറയും, നന്ദനെ, ആ സ്ഥലം നമുക്ക് മനീഷിന് കൊടുക്കാന്ന്. അങ്ങനെ പറയുന്നിടത്തോളം കാര്യങ്ങൾ എത്തിക്കണം. ഈസിയായ കാര്യമല്ല. അല്ല, പ്രയാസമാണ്. പക്ഷേ അതിന്റെ പ്രയോജനം കിട്ടും. 1-2 അല്ല, 40 സെന്റ് സ്ഥലമാ കയ്യിൽ വന്ന് ചേരാൻ പോകുന്നത്. വിറ്റ് കാശാക്കാൻ മനീഷിന് പ്രയാസം ഉണ്ടാവില്ല. നല്ല വില തന്ന് ഞാൻ എടുത്തോളാം. 40 സെന്റും ചേച്ചി വാങ്ങിക്കോ? അതേന്ന്. മൊത്തമായിട്ടും? സെന്റിന് 1 ലക്ഷം വെച്ച് 40 ലക്ഷം രൂപ ഇപ്പോഴേ ഉറപ്പിച്ചു.
രൊക്കം കാശ ദേ 40 ലക്ഷം. വില പിന്നെ തീരുമാനിക്കാം. അതിനു മുൻപ് ആ സ്ഥലത്തിന്റെ കാര്യത്തിലാ തീർപ്പുണ്ടാവേണ്ടത്. നന്ദനയുടെ ഭർത്താവിനെ എങ്ങനെ സമീപിക്കണമെന്നുള്ളതാണ് പ്രശ്നം. എളുപ്പ വഴിയുണ്ട്. മനീഷിന് നല്ലതുപോലെ ആക്ട് ചെയ്യാൻ അറിയില്ലേ? മൊത്തത്തിലൊരു അഭിനയാണല്ലോ എല്ലാം. ഉദയേട്ടന്റെ വീക്ക്നെസ് ആണ് നാടകം. അഭിനയത്തിന് വലിയ താല്പര്യമാണെന്നും നാടകം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ സമീപിക്ക്. ആ റൂട്ടിൽ കയറി പിടിച്ച് മുന്നോട്ട് പോവാം. എന്താ മനീഷേ? പുള്ളി എന്നെ പിടിച്ച് നാടകം പഠിപ്പിക്കോ? നാടകമെങ്കിൽ നാടകം. 40 സെന്റ് എന്നുള്ള മന്ത്രം ഉരുവിട്ടോണ്ടിരുന്ന മനീഷ് എന്തും ചെയ്യും. നന്ദന തടസ്സമാവോ? തടസ്സങ്ങളെ തള്ളി മാറ്റണം. അല്ലെങ്കിലും നന്ദനെ ഒതുക്കാൻ അവസരം നോക്കിയിരിക്കല്ലേ നമ്മള്. ട്രൈ ചെയ്യാല്ലേ? ശ്രമിച്ചാ പോരാ, നേടണം, പിടിച്ചെടുക്കണം. ആൺകുട്ടിയാണെന്ന് ഇനിയെങ്കിലും തെളിയിക്കും മനീഷേ. ഉദയേട്ടൻ ഇവിടെ ഇല്ല. ഓക്കെ, നന്ദനയും ഇല്ല. ആയിക്കോട്ടെ, എനിക്ക് അകത്തോട്ട് വരാലോ. എന്താ കാർത്തിക് ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല. സാറ് വയനാട്ടിലല്ലേ ഇപ്പോ? ആയിരുന്നു, വീണ്ടും ഇങ്ങോട്ട് വന്നു. ഒരാഴ്ചയായി ചാർജ് എടുത്തു. യതീന്ദ്രൻ വിളിക്കാറുണ്ടോ? ഇല്ല. ഉണ്ട്. ഇതിലേതാണ് ശരി? വിളിക്കാറുണ്ട്. ഓ, ഉടനെ എങ്ങാനും യതീന്ദ്രൻ അവധിക്ക് വരുവോ? ഇല്ല. കാർത്തിക് ദുബൈയിൽ യതീന്ദ്രന്റെ അടുത്തേക്ക് പോകാനുള്ള ഐഡിയ ഉണ്ടോ? ഇല്ല. പാസ്പോർട്ടിന് അപേക്ഷിച്ചായി ഞാൻ അറിഞ്ഞു. വെറുതെ പാസ്പോർട്ട് എടുത്തു വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പോകുന്നില്ല സാർ. ആരാ ഇഷ്ടല്ല? ആരാ? സ്റ്റെല്ല ആരാണെന്നാണ് ഞാൻ ചോദിച്ചത്. സ്റ്റെല്ല കാർത്തിക് അറിയാം. എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെല്ലയാണ് പരാതിക്കാരി. ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിച്ചാണ് കംപ്ലൈന്റ് തന്നിട്ടുള്ളത്. അല്ല, ഒക്കെ വെറുതെയാ സാർ. അവള് തട്ടിപ്പുകാരിയാ. യതീട്ടൻ നിരപരാധിയാണ് സാർ. ഗുഡ്. ഇത്തരം ഘട്ടങ്ങളിൽ ഭർത്താവിന് പിന്തുണ കൊടുക്കുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ യതീന്ദ്രൻ തെറ്റുകാരനല്ല. അല്ല സാർ. കാർത്തിക് അതെങ്ങനെ അറിയാം? എനിക്കറിയാം. അതെനിക്ക് ബോധ്യപ്പെടണമല്ലോ. രേഖാമൂലം പരാതി കിട്ടിയിരിക്കുകയാണ്. അന്വേഷിക്കാതെ നിവൃത്തിയില്ല. യതീട്ടൻ ഇപ്പൊ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാനാ? ഏത് നാട്ടിലായാലും അയാളുമായി സംസാരിക്കാൻ ഉപാധികളുണ്ട്. ഫോണിലോ സ്കൈപ്പിലോ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. കാർത്തിക നമ്പർ തന്നാ മതി. നമ്പര് അതിപ്പോ യതീന്ദ്രൻ നമ്പർ അറിയില്ലെന്നായിരിക്കും കാർത്തിക പറയുന്നത്. സ്റ്റെല്ല ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ യതീന്ദ്രൻ അറിയാം. പരാതി കിട്ടിയുടൻ എനിക്ക് ഉദയനെ വിളിക്കാമായിരുന്നു, വിവരം പറയാമായിരുന്നു. ഞാനത് ചെയ്തില്ല. ഒന്നാമതേ ഉദയൻ അമ്മ മരിച്ചതിന്റെ മൂഡ് ഓഫിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അതിനിടയിൽ അയാൾക്ക് ഇത്തരത്തിലുള്ളൊരു അലിഗേഷൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
പിന്നെയുള്ളത് നന്ദനയാ. അയാളെ അറിയിക്കുന്നതും ഒഴിവാക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് കാർത്തികയോട് ഈ വിവരങ്ങൾ ഞാൻ പറയുന്നത്. എന്താണ് സത്യാവസ്ഥ? എതിയേട്ടൻ അവളെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവും സാറേ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. അപ്പോ സ്റ്റെല്ല പറയുന്ന പ്രഗ്നൻസി വെറുതെയാ. എതിയേട്ടൻ ഗൾഫിൽ പോയി അറിഞ്ഞതുകൊണ്ട് പൈസ അടിച്ചെടുക്കാൻ വന്നതാ അവള്. സാറിന് കേൾക്കണോ? 20 ലക്ഷം രൂപയാ എന്നോട് നഷ്ടപരിഹാരം ചോദിച്ചത്. ഓ, എത്രയാണ്? 20 ലക്ഷമേ. പരാതിയിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ? നോ. ആ, അതാ ഞാൻ പറഞ്ഞത് തട്ടിപ്പാണെന്ന്. സ്റ്റെല്ല ഒറ്റയ്ക്കല്ല സാറേ, മറ്റാരൊക്കെയോ ഇതിന്റെ പുറകിലുണ്ട്. ആസൂത്രണം ചെയ്ത പദ്ധതിയാ. എന്തിനു വേണ്ടി? പണമായിരിക്കും ലക്ഷ്യം. പിന്നെ പല ബിസിനസ്സുകളുണ്ടല്ലോ ഞങ്ങൾക്ക്. എന്താ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന് എങ്ങനെ അറിയും? കാർത്തികയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം പെട്ടെന്ന് ആരെങ്കിലും പറയാൻ തോന്നുന്നില്ല. അപ്പോ സ്റ്റെല്ലയുടെ പ്രഗ്നൻസി ഒരു കെട്ടുകഥ മാത്രമാണല്ലേ? ആയിരിക്കും സാർ. അതല്ല, അയാൾ ശരിക്കും ഗർഭിണിയാണെങ്കിലോ? അത് വെറുതെ പറയാതെ തെളിയിക്കട്ടെ. തെളിയിച്ചു എന്നിരിക്കട്ടെ. പിന്നെയോ? ഒരു കാര്യം ഞാൻ ഊഹിക്കുന്നു. കാർത്തിക് ഈ വിഷയം യതീന്ദ്രനുമായി ചർച്ച ചെയ്ത് നിങ്ങൾ എന്തോ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല സാറേ. അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഗർഭത്തിന്റെ ഇഷ്യൂ ആയതുകൊണ്ട് ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള സാവകാശമുണ്ട്. സോ വെയിറ്റ് ചെയ്യാം. ദെൻ ഓക്കെ കാർത്തിക. സാർ, ഒരു അപേക്ഷയുണ്ട് സാറിനോട്. ഇപ്പോഴീ വിവരം മുതേനും നന്ദനെ അറിയിരുന്നല്ലേ? ഞാൻ ശ്രദ്ധിക്കാം. പക്ഷേ അറിയിക്കേണ്ട സാഹചര്യം വന്നാൽ ഞാൻ അവരെ അറിയിക്കും. അതിന് എക്സ്ക്യൂസ് ഇല്ല. ഓക്കെ? ഇന്നലത്തെ മഴയുടെയാ മുഴുവൻ ചെളി അടിച്ച് കയറിയിരിക്കുക. ഇങ്ങോട്ട് മാറി മനുഷ്യ, ഞാൻ കഴുകാം. വേണ്ട വേണ്ട വേണ്ട, ഇത് തുണിയല്ല, അടിച്ച് നനച്ച് ഉജാല മുക്കാൻ. ഇതേ എന്റെ സെക്ഷനാ, ഞാൻ ചെയ്തോളാം. അതൊന്നും അല്ല കാര്യം. ഓട്ടോയിൽ മറ്റാരും തൊടുന്നത് ഇഷ്ടമല്ല. സോമേട്ടന് ജനിക്കാതെ പോയ മകനാ ഈ ഓട്ടോറിക്ഷയെന്ന് നാളെ പറയാതിരുന്നാ മതി. ആ, പറഞ്ഞില്ലെങ്കിലും ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിച്ചെന്നിരിക്കും. ഈ വണ്ടി വന്ന് കേറിയതിൽ പിന്നെ നമ്മുടെ വീട്ടിൽ അന്നെ മുട്ടിയിട്ടുണ്ടോ ചന്ദ്രികയെ? എപ്പോഴും ഒരു 500 രൂപ കാശ് നമ്മുടെ കയ്യിലെടുക്കാൻ കാണത്തില്ലേ? അത് ശരിയാണെങ്കിലും വീട്ടിലൊരു സമാധാനം ഉണ്ടോ സോമേട്ട? ലൈലയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ ശരിയാവും ചന്ദ്രികയെ. നമുക്കിന്ന് വൈകിട്ട് പനക്കൽ വരെ ഒന്ന് പോയാലോ? ഞാൻ കുറെ ദിവസമായി മോളെ കണ്ടിട്ട്. പിന്നെ മനീഷിനെ കണ്ട് വിവരങ്ങളും അന്വേഷിക്കാം. മരുമോനോട് എന്താ ഇത്ര അന്വേഷിക്കാൻ? മനീഷ് ദുബായ് പോകാൻ റെഡിയാണോന്ന് ഒന്നുകൂടി ചോദിക്കണ്ടേ? ഇതുവരെ ചോദിച്ചതൊന്നും ചോദ്യമല്ലെന്നാണോ? അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല. TV സീരിയലിൽ അഭിനയിക്കാൻ നടക്കുക അവൻ. TV സീരിയലോ? അത് ഗുണമുള്ള കാര്യമാണോ? ഗുണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏത് ജോലിയിലും ഗുണം ഉണ്ടാവും. നിങ്ങളുടെ മരുമോൻ അതൊന്നും ചെയ്യാൻ വയ്യ. അതാ അവന്റെ പ്രശ്നം. മനീഷ് എന്റെ മാത്രം മരുമാനല്ല. മനീഷ് മോനെന്ന് സോമേട്ടൻ തേനൊലിപ്പിച്ച് വിളിക്കാറുണ്ടല്ലോ. നമുക്ക് സ്വന്തമായിട്ടൊരു മോൻ ഇല്ലല്ലോ ചന്ദ്രിക അങ്ങനെ വിളിക്കാൻ. ഓ, ഇങ്ങനത്തെ ഒരു മോൻ ഉണ്ടാകാത്ത കുഴപ്പമേ ഉള്ളൂ. വന്ന് സ്റ്റാൻഡിൽ ചെല്ലാൻ വയ്യാത്ത കണ്ടീഷനാ ചന്ദ്രികയെ. മറ്റു ഡ്രൈവർമാർ ചോദിക്കും മനീഷിന് ജോലിയൊന്നും ആയില്ലേന്ന്. ആക്കാനായിട്ടും സ്നേഹമായിട്ടും ചോദിക്കുന്നവരുണ്ട്. ഞാൻ എന്ത് പറയുന്ന ചന്ദ്രികയെ? ഇന്നലെ രാവിലെ മനീഷ് സ്ഥലം SI ആയിട്ട് ചാർജ് എടുത്തു എന്ന് പറയണം. അല്ല പിന്നെ അരിശം തീർക്കാൻ അമ്മിക്കല്ലേ കടിച്ചിട്ട് എന്താ ചന്ദ്രിക കാര്യം? നമ്മുടെ തലയിലെഴുത്ത് ശരിയല്ല. അതിന് വല്ലവരോടും ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? തലയിലെഴുത്തിനെ പഴി പറഞ്ഞിരുന്നോ? ലൈലയ്ക്ക് പ്രായം എത്രയെന്നറിയോ?
ഇനി എന്നാ അവള് നല്ല രീതിയിലൊന്നും ജീവിച്ചു കാണുന്നത്? നമ്മൾ എന്ത് ചെയ്യാനാ ചന്ദ്രികയെ? സോമേട്ടനൊന്ന് നേരെ നിന്നാ ചിലപ്പോ അവന് മാറ്റം ഉണ്ടാവും. ഞാൻ നേരെയല്ലേ നിൽക്കുന്നേ? അതോ എന്റെ ശരീരത്തിന് ചരിവുണ്ടോ? അതല്ല മനുഷ്യ. മനീഷിന്റെ പ്രധാന പ്രശ്നം അവൻ ആരെയും പേടിയില്ലെന്നുള്ളതാ. സുമിത്രേച്ചിയോട് നേരത്തെ ഒരു ഭയം ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. മൂത്തവരായി പനിക്കൽ ആരുമില്ല. അച്ഛൻ മരിച്ചു. അനുസരിപ്പിക്കാൻ ആണുങ്ങളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മനീഷിന്റെ വിളച്ചിലിന് ഒരു നിയന്ത്രണം വരും. അമ്മായിയച്ഛൻ എന്ന നിലയിൽ സോമേട്ടൻ സ്ട്രോങ് ആയി നിൽക്കണം. ഇവിടെ വാടാന്ന് പറഞ്ഞാൽ മനീഷ് ഇവിടെ വരണം, എങ്കിലേ അവൻ ശരിയാവൂ. പനക്കലെ മനീഷിനെ കുറിച്ച് തന്നെയാണോ ചന്ദ്രികയെ പറയണേ? ഇവിടെ വാടാന്ന് ഞാനായിരിക്കില്ല പറയണേ, അയാൾ എന്നോടായിരിക്കും. ഇത്രയും തന്റെ ഇടമുള്ള സുമിത്രയെ ധിക്കരിക്കുന്നവൻ ഞാൻ പറഞ്ഞ വല്ലതും കേക്കുവോ? വെറുതെ ഉള്ള മാനം കളയാന്നല്ലാണ്ട്. ഓഫ്, നല്ല ആളിനോടാ ഞാൻ പറഞ്ഞത്. ഇത്രയും ഗഡ്സ് ഇല്ലാതായി പോയല്ലോ സോമേട്ട നിങ്ങക്ക്. ഒന്നും അല്ലെങ്കിൽ ഒരു പെൺകൊച്ചിന്റെ അച്ഛനല്ലേ നിങ്ങള്? ആ ഉത്തരവാദിത്ത ബോധമെങ്കിലും വേണ്ടേ? എങ്കിലേ ഒരു അച്ഛന്റെ ഉത്തരവാദിത്തം ഞാൻ കാണിക്കാം. പിന്നെ അപ്പീലും കൊണ്ട് നീ വരരുത്. എന്താ സോമേട്ട? ലൈലയുടെ അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എന്റെ മോളും മനീഷുമായിട്ടുള്ള വിവാഹബന്ധം എത്രയും വേഗം അവസാനിപ്പിക്കണം. ചേട്ടാ, ഇങ്ങനെ ഗുണമില്ലാത്ത ഒരുത്തൻ എന്റെ കൊച്ചിന് ഭർത്താവായിട്ട് വേണ്ട. എത്രയും വേഗം അവരുടെ ബന്ധം അവസാനിപ്പിക്കണം. സോമേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഒരച്ഛൻ്റെതായ ഉറച്ച തീരുമാനം. ഇന്ന് തന്നെ ഒരു വക്കീലിനെ കണ്ടേക്കാം. അതോ നേരെ പനക്കി ചെന്ന് ലൈലയെ വിളിച്ചോണ്ട് വരണോ? അങ്ങനെയൊക്കെ ബന്ധം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? നല്ല ഒന്നാം തരം ഒരു പയ്യനെ കണ്ടുപിടിച്ച് ലൈലയുടെ രണ്ടാം വിവാഹം നടത്തണം. നല്ല മെടുക്കാൻ പയ്യനെ കിട്ടും എന്റെ മോൾക്ക്. അതിനുള്ള സൗന്ദര്യം ലൈലയ്ക്കുണ്ട്, ചുറ്റുപാട് നമുക്കുണ്ട്. മനീഷ് സമ്മതിച്ചില്ലെങ്കിലോ? പോടാ നിന്റെ വഴിക്കെന്ന് ഞാൻ പറയും. സോമൻപിള്ള ഇടഞ്ഞതാ. നീ വേഗം പോയി റെഡിയാവ്. ഒന്നുകിൽ പനക്കിലേക്ക്, അല്ലെങ്കിൽ വക്കീൽ ഓഫീസിലേക്ക്. സമയം കളയണ്ട. എന്താ ഒരു ആലോചന? ആലോചിക്കാനുണ്ട്. മനീഷിനോട് അവന്റെ പാട്ടിന് പോവാൻ പറയാം. പക്ഷെ ലൈലയോട് ചേട്ടൻ എന്തു പറയും? എന്തു പറയാൻ? മോള് നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരികയല്ലേ? ഇല്ല, അവിടെയാ ചേട്ടന് തെറ്റിയത്. ലൈല വരില്ല. ആര് പറഞ്ഞു? എങ്ങനെയെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നായിരിക്കും മോളുടെ വിചാരം. അതായിരിക്കും. പക്ഷെ മനീഷിനെ വിട്ട് അവൾ വരില്ല ചേട്ടാ. അവൻ അവളെ വിട്ട് തരികയുമില്ല. അത്രയ്ക്ക് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. ഓ, പിന്നെ ഒരു സ്നേഹം. അങ്ങനെ നിസ്സാരമായിട്ട് കാണണ്ട. മനീഷ് ഉത്തരവാദിത്തമില്ലാത്തവനായിരിക്കും. എന്നാൽ നമ്മുടെ മോളെ അവന് ഒരുപാട് ഇഷ്ടമാ. അവക്ക് അങ്ങോട്ട് അതിലും ഇഷ്ടമാ. അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ എന്ത് ചെയ്യാനാ? അതെനിക്കും അറിഞ്ഞൂടാ. എന്ത് ചെയ്തിട്ടായാലും അവരുടെ ജീവിതം മെച്ചപ്പെടാനുള്ള മാർഗം നോക്കണം. നമ്മുടെ മോള് നന്നായിരിക്കണം. അതിന് മനീഷ് നന്നായേ പറ്റൂ. എന്നാ പിന്നെ വക്കീലിനെ കാണണ്ടല്ലേ? ചേച്ചി ഓർക്കുന്നില്ലേ? കാർത്തിക മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. മനസ്സിലായി. രവി, കേറി വാ. രവിക്ക് മനസ്സിലായോ? കാർത്തിക. ഞാൻ ഓർക്കുന്നു. ഇരിക്കും കേട്ടോ. എനിക്കറിയാം, രണ്ടുപേർക്കും പെട്ടെന്ന് അങ്ങനെയല്ലേ മറക്കാനാവില്ലെന്ന്. മോളില്ലേ? സുപ്രിയ ഹരിപ്രസാദും വേറെ വീട്ടിലെ താമസം. എവിടെ? ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ. നിങ്ങളോട് പിണങ്ങി മാറിയതാ? ഏയ്, പിണക്കൊന്നുമില്ല. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ.
അവരുടെ പ്രൈവസിക്ക് അതാണ് നല്ലതെന്ന് തോന്നി. പ്രൈവസി ഉദ്ദേശമൊന്നും അല്ല ചേട്ടാ. ഹരിപ്രസാദിന് വേറെ എന്തെങ്കിലും പ്ലാൻ കാണും. ഹരി പറഞ്ഞിട്ടല്ല, സുപ്രിയയുടെ നിർബന്ധം കൊണ്ടാണ് വേറെ വീട്ടിലേക്ക് താമസം മാറിയത്. വാടകയ്ക്കാണോ? വാടകയ്ക്കാണ്. അല്ല, വാടകയ്ക്കായിരുന്നു തുടക്കത്തില്. ഇപ്പൊ അത് സ്വന്തമായിട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഓ, അതെ അതെ. മോളുടെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞാനൊരു കാര്യം വന്ന് പറഞ്ഞില്ലേ ചേച്ചി? നിങ്ങളെന്താ അത് ഗൗരവത്തിലെടുക്കാതിരുന്നത്? കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഒരു പിന്മാറ്റം കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് തോന്നി. അല്ല, അതിലും വലുതല്ലേ മോളുടെ ജീവിതം. ഒരു അപകടത്തിലേക്ക് കാലെടുത്ത് വെച്ചാലും മനസ്സ് വെച്ചാൽ രക്ഷപ്പെടാം. അതേസമയം അപകടത്തിൽ പെട്ടുപോയാലോ?